വൈകിട്ട് നമ്മള് മറ്റേ പ്രാക്ടീസ് സെർവറിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പോ കുറെ കൊളവാണങ്ങൾ വന്നിട്ടിരുന്നു സ്പാം ആയിരുന്നു. എന്തിനാ ബ്രോ പ്രാക്ടീസ്? വൈകുന്നേരം ഇവന്മാരെ അടി മേടിക്കാനുള്ളതല്ലേ എന്ന്. കിട്ടി അടി കൊണ്ട് പോയി കിടന്ന് ഉറങ്ങാ കൊച്ചുവാണങ്ങളെ. വെക്കേഷൻ വരുമ്പോ മാത്രം RP കയറുന്ന ഉണ്ടച്ചില പോ. നമ്മൾ എത്ര റിലേ ഉണ്ടായിരുന്നു ലാസ്റ്റ്? വർത്താനം എല്ലാരും കിടലും കളി കിട്ടിലും കളി പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലടാ അവന്മാര് കൊണ്ടുവന്ന് കുത്തുന്ന്. നമ്മൾ എത്ര നാളെ ടർഫ് ശ്രദ്ധിച്ചോടാ സ്റ്റീവേ, നമ്മള് മറ്റേ ടാക്സി ബിൽഡിംഗ് പകുതി വരെ എത്തി, പകുതി പേര് കഴിഞ്ഞ അവിടെ. ഡെസ്ട്രോ കിടിലം കളി, ഡെസ്ട്രോ നല്ല കളി. അണ്ണാ ഞാൻ ടി വി കയറിന്റെ ആദ്യത്തെ മൈൻഡ് ഓഫ് ആയത് 3 വർഷമായി ടി വി കയറിയിട്ട്. ആദ്യത്തെ മൈൻഡ് ഓഫ് ആണത്. വിഷയടാ സ്റ്റീവേ, കിടിലം കളി, വിഷയം കളി. എല്ലാരും നല്ല അഗ്രസീവ് ആയിരുന്നു. നമ്മുടെ സൈഡിൽ എല്ലാം ഭയങ്കര അഗ്രസീവ്. ചന്ദ്രൻ ബിൽഡിംഗ് ഓണർ ഈസ് ബാക്ക്. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാ സെർവറിലും ഇപ്പോഴും ആ ബിൽഡിങ്ങിന്റെ പേര് ചന്ദ്രൻ ബിൽഡിംഗ്. നിങ്ങൾ കേരളത്തിലെ ഏതൊക്കെ വേറെ ടർഫുകൾ എടുത്ത് നോക്കി നോക്കിയാൽ ഇപ്പോഴും അതിനെ ചന്ദ്രൻ ബിൽഡിംഗ് എന്നാ പറയണം. മനസ്സിലായോ? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം അത്രയും നാൾ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരുന്ന ഒരു സാധനമാണ്. മനസ്സിലായോ? നിങ്ങൾ വേറെ സെർവറിലെ ടർഫാറുകൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതിന് ഇപ്പോഴും ചന്ദ്രൻ ബിൽഡിംഗ് തന്നെ പേര്. ഇമോഷൻ കളിക്കാൻ പോകുമ്പോ ആൾക്കാരെ ഈ അതോലോ കളിക്കാൻ പോകുമ്പോഴാണ് റാൻഡം ആൾക്കാരോട് കളിക്കുമ്പോഴേ ഇവരൊക്കെ കോൾ വിളിക്കുന്നത് ചന്ദ്രൻ ബിൽഡിംഗ് പറഞ്ഞിട്ടാണ്. ചന്ദ്രൻ ബിൽഡിംഗ്, റിബൽ ബിൽഡിംഗ് എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയണ എല്ലാരും. നമ്മുടെ ഓപ്പോസിറ്റ് ജുഗ്രുവിന്റെ ഫസ്റ്റ് പിക്ക് ഒന്ന് കാണിക്കണം. അവന്റെ POV ജുഗ്രു എനിക്ക് അവനെ കിട്ടിയായിരുന്നാടാ, അവൻ ഓടിപ്പോയി. അവൻ 2 അടി കിട്ടിപ്പോയി. എന്റെ ക്ലാസ് ഫോഗടിച്ചിരിക്കണോ ഇവന്റെ ഇതിങ്ങനെയാണോ? ഇങ്ങനെയാണ്. ബാലൻ അവിടെ നല്ല പിക്ക് എടുത്ത്, ബാലൻ ലെഫ്റ്റിൽ നിന്ന് ഓടി വന്നാൽ ബാലൻ എടുത്തിട്ട് എന്റെ കളിയൊക്കെ ഉണ്ടായിരുന്നതാ. അവന് 2 ഹെഡ് കിട്ടിയവന്. இப்ப பாரு 3 பேரை ஹோல் செய்வான் பாரு. 3 பேரை இவனை சுடுவாங்கடா. ഇവനാ അവിടെ മരത്തിന്റെ അവിടെ പോയി നിൽക്കൂ. എന്റെ അമ്മ നൈസറാ. ഇവന്റെ റേഡിയോന്നാ വെടി പോണ. ഇവന്റെ തോക്കിന്നല്ല ഇവന്റെ റേഡിയോയിലുള്ള സാധനം വെച്ചിട്ടുണ്ടോ നീ? റേഡിയോയില് കേട്ടാ ഇല്ലേ? എന്താ റേഡിയോ വെച്ചിട്ടുണ്ടാള്. ഞാൻ കുറച്ച് റേജിലായിരുന്നു, കുറച്ച് പറയാനുണ്ടായിരുന്നു. കുറെ ആൾമാർക്ക് കുണ്ണത്ര ഉണ്ടല്ലോ അതിനകത്ത്, അതുകൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. വെൽ പ്ലേ T47. കുഴപ്പമില്ല, ഞാൻ ചില്ല ഇപ്പൊ. പറയാ നമുക്ക് എടാ ജുഗ്രു ഫസ്റ്റ് പിക്ക് കാണിച്ചടാ. നീ ആരെയൊക്കെ കൊന്നത്? എടാ നീ കേറി പോയത് പോലെ ഞാൻ കണ്ടില്ല. അവ ഒരു ആത്മാവായിട്ട് ഓടിയത് വില്ലുമോനെ. നീ 1 ബുള്ളറ്റ് കൊളിച്ചായിരുന്നു. 1 ബുള്ളറ്റ്. എന്റെ ഫസ്റ്റ് ഇതാരുടെ കോളായിരുന്നടാ? ഇവിടെ കുത്തി ചെയ്തെടുക്കണേ.
സ്നൈപ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കുത്താന്ന് പറഞ്ഞു അടിയായിരുന്നടാ. നീ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വീഴുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവനെ കണ്ടില്ല ഈ ഗ്യാപ്പിലായി പോയി അതാ പറഞ്ഞ നീ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവന്മാര് 1 സെക്കൻഡ് ഡിലേലാ നീ ചാവണം 1 സെക്കൻഡ്. എനിക്ക് ആദ്യമേ ഹെഡ് കിട്ടും. നീ അവിടെ 1 സെക്കൻഡ് വീട്ടിൽ അവിടെ ബാക്കപ്പ് എത്തിയാണ്. ഞാൻ വില്ലൻ വന്നോണ്ടിരിക്കുവായിരുന്നു അങ്ങോട്ട്. ഞാൻ സ്പോട്ടിൽ കേറിയപ്പോ ഡൗൺ ആയി. കേട്ടാ നീ എന്റെ കൂടെ ആയിരുന്നില്ല. എടാ നോക്കിയോളേ ഇവനെ ഞാൻ അവിടെ ഇവിടെ ഇറക്കി വിട്ടിട്ട് വരുവാ. ഓ എന്നെ ഇപ്പൊ അവിടെ കൊണ്ടിറക്കും ഇവിടെ കൊണ്ടിറക്കും വെടിവേ എന്ന് പറയും. മാരി കളിപ്പാട്ടോളായിരുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് വെടി കിട്ടാതെന്ന് അറിയാം. ചന്ദ്രന്റെ ഫ്രണ്ടിൽ നിന്നെല്ലാം മേടിക്കുന്നുണ്ടാ. ഇല്ല എനിക്ക് ഒരു വീടിലും കൊണ്ടല്ലേ ഞാൻ വെടിവെച്ചോണ്ടിരിക്കുന്നത് ബില്ലും ഫ്രണ്ടി വന്നില്ല. ഫസ്റ്റ് വീക്ക് മാത്രമേ ഉള്ളൂ പിന്നെ കേട്ടാണ്. ചന്ദ്ര ലാസ്റ്റ് ചന്തിക്ക് അടിച്ചെടുത്ത കില്ലോടൊന്ന് കാണിക്കണേ. മൂടായി ഡെസ്ട്രോ ഹാക്ക് ഷുവർ. അപ്പൊ കഴിഞ്ഞോട്ട് അവൻ അവിടെ നിന്ന് നമ്മുടെ 5 പേരെ അടിച്ചപ്പോ നിനക്ക് ഇത് പറയണ്ടായിരുന്നോ? അതാണ് പിന്നെ എടാ മറ്റേ കഴിവറാ മോനെ. കോംപ്ലിമെന്റ് പറഞ്ഞാണ് നീ അവരെങ്ങനെ വെറുപ്പിക്കല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ. അയ്യോ ഒന്നും പറയാത്ത ഒരുത്തൻ വാ തുറന്ന തെറി മാത്രം നിന്റെ ചന്ദ്ര ഇപ്പം മനസ്സിലായോ നീ? കഴിഞ്ഞ 2 ദിവസം ചന്ദ്രൻ എന്തോ പറ്റി കാര്യമായിട്ട്. സത്യം നിനക്കും വേണ്ടത്. ഞാൻ ചന്ദ്രനെ ഇവിടെ വിളിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ചന്ദ്രൻ എന്നെ ചീത്താക്കുന്നേ. വിഷയം ഗൈസ് വെൽ പ്ലേഡ് വെൽ ഫക്കിംഗ് പ്ലേഡ് വെൽ. നല്ല പിയോയിലാണ് ഇപ്പൊ കാണിച്ചേ. അപ്പൊ ഗ്രൈൻഡിങ് ഒരു ടർഫ് കാണിച്ചത് സ്നൈപ്പിനുണ്ടല്ലോ. ഇത് ഏതോ പൊലയടിയാണ് നോക്കിക്കോ. ഞാൻ ടീമാന്ന് വിചാരിച്ചു. അവനാ വന്ന് ഇവനെ കൊന്നിട്ട് പോന്ന ബാലനെ. ഇവൻ എത്ര ഇട്ട് കൊടുക്കണം? അവൻ എത്ര ഇട കൊടുത്ത് ഈ വികേണ്ട മന്ദാരം എങ്ങനെ ഉണ്ടായിരുന്നോ എന്റെ അടിച്ച് തൊലക്കി. പിക്കായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ടീം പ്ലേ. TVA main problem is T47 PvP player. ഇതൊക്കെ എന്ത് ഡെസ്ട്രോ എത്ര രൂപ തന്നു ഡെസ്ട്രോ ടിവിയെ? 2 ലക്ഷം. കേട്ടാ ആദ്യം കയറി പോയേ കളിയാ നമ്മള് ജയിച്ചു. അവര് 2 കൊടുത്തളിയാ. ഓ അടിയാ ലീല ഇത് പറയുന്നവനാണ് 10 പേരുടെ മുന്നേ എന്നെ ഇട്ടിട്ട് ഓടുന്നവനെ. ഇതൊക്കെ കൊമ്പന്മാർ ഫാൻസ് ആണോ? അയ്യോ അവന്മാരത്തോട് വിടല്ലേടാ. ഇത് ഇവന്മാർക്കുള്ളത് കൊടുക്കണം. എന്നിട്ട് മതിയല്ലേ ഇങ്ങനെ എല്ലാരും കൂടെ നമ്മളിങ്ങനെ അടുപ്പിക്കണേ. അതെ സത്യം. നമ്മളിങ്ങനെ എല്ലാവരും ശത്രുതയിലാവണേട്ടാ.